കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശം ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കും വലിയ കരുതലിനുമായി നന്ദി പറയുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ദൈവജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ദൈവശബ്ദത്തെ കൈമാറാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഒരു 1-2 ആഴ്ചയായിട്ട് ചില ദൈവശബ്ദങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന മുറിയിൽ എന്നെ കേൾപ്പിക്കുന്നു. അത് പല ദിവസങ്ങളായി ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് പറ്റിയില്ല. എനിക്ക് സാഹചര്യം എനിക്ക് അനുകൂലമായി വരുന്നില്ല. എന്നാൽ വീണ്ടും പ്രാർത്ഥനയോടെ ദിവസത്തിൽ ഇന്ന് രാത്രി 26-ാം തീയതി രാത്രിയാണ് ഞാൻ ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. ആമേൻ. കർത്താവ് നമ്മളെ ശക്തമായി ഉപയോഗിക്കട്ടെ. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ആമേൻ. യേശുവും ശിഷ്യന്മാരും ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് തലേ ദിവസം യേശു ഒരു അത്തിയെ നോക്കി ശപിച്ചിട്ട് പോയത് പത്രോസിനറിയാം. എന്നാൽ അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതിനകത്ത് കാണുന്നു, പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് പത്രോസ് കണ്ടു. അത് കണ്ടപ്പോൾ പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇന്നലെ വൈകുന്നേരം യേശു ശപിച്ച അത്തിവൃക്ഷമാണല്ലോ ഇത്. അപ്പോൾ അവനൊരു അത്ഭുതം പോലെ അവൻ പറയുന്നു, കർത്താവേ, നീ ശപിച്ച അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. അപ്പോൾ യേശു പറയുന്ന സംഭവം, ഈ അത്തി ഉണങ്ങിപ്പോയി, ഇത് വലിയ സംഭവമായിട്ട് നീ കാണണ്ട. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മല നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കുമെന്ന് നിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ പറയാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ മുമ്പിൽ നിന്ന് ഈ മല നീങ്ങി കടലിൽ ചാടിപ്പോകും. അവൻ നോക്കുന്നത് ഒരു അത്തി ഉണങ്ങിപ്പോയത് വലിയ സംഭവമായിട്ടാണ് കാണുക. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളത് ദൈവം അവിടെ തെളിയിക്കുക, യേശു അവിടെ തെളിയിക്കുകയാണ്. ആമേൻ. നീ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കുമെന്ന്, നീതിയോടുള്ള കാര്യമായിരിക്കണം, നീ പറയുന്നത് സംഭവിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നീ കൽപ്പിച്ചാൽ നിന്റെ മുമ്പിൽ നടക്കാത്ത കാര്യം ഒന്നുമില്ല എന്ന് കർത്താവ് ഇവിടെ തിരുവചനത്തിൽ പ്രൂവ് ചെയ്യുകയാണ്. ആമേൻ. ഞാൻ ഈ വചനത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഒറ്റ രാത്രി കൊണ്ട് ഒരു അത്തിവൃക്ഷം വർഷങ്ങളായി വളർന്ന് വർഷങ്ങളായി നിൽക്കുന്ന, നിലത്തു വേരൂന്നി വളർന്നു നിൽക്കുന്ന ആ വൃക്ഷം ഒറ്റ രാത്രി കൊണ്ട് ആ വൃക്ഷം ഉണങ്ങിപ്പോയി. ആമേൻ. എന്നാൽ പഴയ നിയമത്തിലോട്ട് നോക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉണക്കവടി, വെറും ഒരു ഉണക്കവടി ഒറ്റ രാത്രി കൊണ്ട് കിളർത്ത് പൂത്ത് ബദാം കായ്ച്ച സംഭവമുണ്ട്. ആമേൻ. അപ്പോൾ നമ്മുടെ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ട് കിളിപ്പിക്കാനും കഴിയും, ഒറ്റ രാത്രി കൊണ്ട് ഉണക്കിക്കളയാനും കഴിയും. ആമേൻ.
നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നീ വിശ്വസിക്കുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് നീ വിശ്വസിക്കുക. ആമേൻ. നിൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല എന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഒറ്റ രാത്രി കൊണ്ട് തീരുമാനം ഉണ്ടാക്കുന്നവൻ, ആമേൻ, മണിക്കൂറുകൾ കൊണ്ട് തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ്, ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതിന് ഉറപ്പ് നമുക്ക് വേണം. ആമേൻ. ആ കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്ന് ഉള്ള ഉറപ്പ് നമുക്ക് വേണം. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് വർഷങ്ങളായി നിൽക്കുന്ന ഒരു മരത്തെ വേരോടെ ഉണക്കിക്കളയാൻ കഴിയുന്ന ഒരു നാമം, ഒരു അഭിഷേകം. ആമേൻ. എന്നാൽ ഇപ്പുറം നോക്കുക, ഒറ്റ രാത്രി കൊണ്ട് ആമേൻ വർഷങ്ങൾ കൊണ്ട് കായ്ക്കേണ്ട, വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യിപ്പിച്ച യഹോവയായ ദൈവം. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുത കരം നോക്കി, ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ ഉണക്കുന്നു, ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ കിളിപ്പിക്കുന്നു. ആമേൻ. ഏത് കാര്യം വേണമെങ്കിലും, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന, മനുഷ്യന് സാധ്യമല്ലാത്ത ഏത് കാര്യവും ചെയ്യാൻ കഴിയുന്ന, സാധ്യമാക്കി തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ആമേൻ. വർഷങ്ങൾ കൊണ്ട്, ആമേൻ, 3-4 അല്ലെ 5 വർഷങ്ങൾ കൊണ്ട് ആമേൻ വളർന്ന് അതിൻ്റെ പ്രോസസ്സിങ് നടന്ന് ഫലം കായ്ക്കേണ്ട ബദാം ഒറ്റ രാത്രി കൊണ്ട് അത് കിളിർക്കുക എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. ആമേൻ. സൂപ്പർ നാച്ചുറൽ, മഹാത്ഭുതം സംഭവിക്കണം. ആമേൻ. അത് ദൈവത്തിൻ്റെ കരമാണ്. അതിൻ്റെ അർത്ഥം ആമേൻ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒരു വ്യക്തി. ആമേൻ. ആ ഒരു ഭാഗം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ, ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്ത് പുരോഹിതനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഭാഗമാണ് അവിടെ കാണുന്നത്. ആമേൻ. തിരഞ്ഞെടുപ്പുള്ളവൻ സാധ്യതകളൊന്നുമില്ലെങ്കിലും, സാധ്യതകളുള്ള രീതിയിലൊന്നും ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. പക്ഷേ നിൻ്റെ മേൽ തിരഞ്ഞെടുപ്പുണ്ടോ, നിൻ്റെ മേൽ വിളിയുണ്ടോ, ആമേൻ, അത്ഭുതകരമായി നീ പുറത്തു വന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. നിന്റെ തലമുറയുടെ മേൽ ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവിക കോളിംഗ് ഉണ്ട് എങ്കിൽ, ആമേൻ, തീർച്ചയായും ആ വ്യക്തി പുറത്തു വന്നിരിക്കും. ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. അഗരോൻ്റെ വടി അത് ഒറ്റ രാത്രി കൊണ്ട്, ഇവിടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് നടക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട്, ദൈവ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ്റെ ഒരു തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആമേൻ, അത് ദിവസങ്ങളോ വർഷങ്ങളോ എടുക്കേണ്ട സംഭവത്തെ ആമേൻ മണിക്കൂറുകൾ കൊണ്ട് ദൈവം ചെയ്തെടുത്തതുപോലെ ആമേൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നവർ, ആമേൻ, ദൈവശബ്ദത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്നവർ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ഒരു അത്ഭുതം സംഭവിക്കും. ആമേൻ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നീ വിശ്വസിച്ചുകൊണ്ട് ആമേൻ മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ആമേൻ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ ആഴ്ച കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്തെടുക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ആമേൻ. ഈ ദൈവശബ്ദം എന്നോട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൈവശബ്ദമാണ്. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് ഉണക്കിക്കളയുന്നവൻ, ഒറ്റ രാത്രി കൊണ്ട് കിളിപ്പിച്ച് ഫലം കൊടുക്കുന്നവൻ, ആ കർത്താവിൻ്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ആമേൻ. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന അത് എത്ര വലിയ പടുമരമാണെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് അതിനെ ഉണക്കിക്കളയാൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് വലിയ പർവ്വതമാണെങ്കിലും ആമേൻ, നീ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിന്ന് ആ പർവ്വതം മാറിപ്പോകുമെന്ന് യേശുവാണ് പറഞ്ഞത്, ഒരു മനുഷ്യനല്ല. അത് യേശുവിൻ്റെ പ്രോമിസാണ്, ദൈവത്തിൻ്റെ പ്രോമിസാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ മലയാണെങ്കിലും, മല പോലുള്ള വിഷയമാണെങ്കിലും ആമേൻ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ പറയുന്നത് അതുപോലെ സംഭവിക്കുമെന്ന്, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം നടക്കുമെന്ന്, നിന്റെ മുമ്പിൽ നിനക്ക് കുടുംബജീവിതത്തിൻ്റെ അകത്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലേ? ആമേൻ. ജോലി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലേ? നിന്റെ മുമ്പിൽ ഒരു മല പോലൊരു വിഷയം നിന്നെ നാളുകളായി അസഹ്യപ്പെടുത്തുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന ആമേൻ, ആകെ ഒരു കുഴഞ്ഞ അന്തരീക്ഷത്തിൻ്റെ അകത്ത് നിന്നെ നിർത്തിക്കളഞ്ഞിരിക്കുന്ന പർവ്വതം ഏതാണ്? ആ പർവ്വതം പോലെ വിഷയം ഏതാണ്? മാറാനുള്ള ചാൻസസ് ഇല്ലേ? പക്ഷേ നീ വിശ്വസിക്കാൻ തയ്യാറാണോ? ആമേൻ. നീ വിശ്വസിക്കാൻ
വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പർവ്വതം പോലെ, ഈ മല പോലുള്ള വിഷയം അത് കടലിൽ ചാടുക എന്ന് കൽപ്പിച്ചാൽ, മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇത് വിശ്വസിക്കുക. നിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നം ഏതാണ്? നിന്റെ ജീവിത പങ്കാളിയാണോ? ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഏതാണ്? തലമുറയാണോ? ആമേൻ. അവരെ അലട്ടുന്ന വിഷയം ഏതാണ്? ആ ജീവിത പങ്കാളിയെ, ആ തലമുറയെ അലട്ടുന്ന വിഷയം ഏതാണ്? അതിനോട് നോക്കി കൽപ്പിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ജീവിത പങ്കാളി പിടിച്ചിരിക്കുന്ന ആ പിശാചിന്റെ പദ്ധതികൾ പൊളിയട്ടെ. എൻ്റെ തലമുറയെ പിടിച്ചിരിക്കുന്ന ആ പിശാചിന്റെ പദ്ധതികൾ പൊളിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ, ഞങ്ങളുടെ തലമുറയ്ക്ക് മുമ്പോട്ട് ഭാവി ഉണ്ടാകാതെ, അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ മലയോട്, ആ പ്രശ്നത്തോട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അത് അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുക. യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിക്കാൻ, കൽപ്പിക്കാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം, ആ മല പോലുള്ള വിഷയം മാറിപ്പോകും. നീ വിശ്വസിക്കുക, സംശയിക്കാതെ. അവിടെ യേശു എടുത്തു പറയുന്നതാണ്, സംശയിക്കാതെ നിന്റെ ഹൃദയത്തിൽ ഉറപ്പോടെ നീ പറഞ്ഞാൽ, നീ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പറഞ്ഞാൽ അത് നടന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ മാസം കൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുമെന്ന്. വർഷങ്ങളായി നീ ഞെരുങ്ങുന്ന, വർഷങ്ങളായി നീ വ്യാകുലപ്പെടുന്ന, വർഷങ്ങളായി നീ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് ഒറ്റ രാത്രി കൊണ്ട് നീക്കുപോക്കുണ്ടാക്കാൻ പറ്റുന്ന, ഫലം പുറപ്പെടുപ്പിക്കാൻ കഴിയുന്ന, വർഷങ്ങളായി നിന്റെ തലമുറയിൽ നിന്നൊരു ഫലം വരുന്നില്ലേ? വർഷങ്ങളായി നിന്റെ ജീവിതത്തിനകത്തൊരു അർത്ഥമുണ്ടാകുന്നില്ലേ? വർഷങ്ങളായി നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം സംഭവിക്കുന്നില്ല, ഒരു നന്മയുണ്ടാകുന്നില്ലേ? നീ നോക്കി കൽപ്പിക്കാൻ തയ്യാറാകുക. കർത്താവേ, ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉണക്ക വടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചുവെങ്കിൽ, അത്ര വർഷങ്ങൾ എടുക്കേണ്ട പ്രോസസ്സിങ് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വർഗം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, എൻ്റെ തലമുറയിൽ നിന്ന് ഒരു ഫലം യേശുവിൻ്റെ നാമത്തിൽ ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. എൻ്റെ ജീവിത പങ്കാളിൽ നിന്ന് ഫലം യേശുവിൻ്റെ നാമത്തിൽ ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. അവർ ഫലം കായ്ക്കട്ടെ, അവർ തളിരിടട്ടെ, അവർക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നീ കൽപ്പിക്കാൻ തയ്യാറാകുക. ആമേൻ. വരണ്ടിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്ന തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി നീ കൽപ്പിക്കുക, അഗരോന്റെ വഴി തളർത്തു വന്നതുപോലെ, സാധ്യതയില്ലാത്തടത്തുനിന്ന് സാധ്യത ഉളവായി വന്നതുപോലെ, സാധ്യതയിലല്ലാത്ത എൻ്റെ കുടുംബജീവിതം, സാധ്യതയില്ലാത്ത എൻ്റെ തലമുറ, സാധ്യതയില്ലാത്ത എൻ്റെ ജോലി മേഖല, സാധ്യതയില്ലാത്ത എൻ്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് ഉയർന്നു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് ഉണക്കിക്കളയാൻ കഴിയുന്നവൻ, ഒറ്റ രാത്രി കൊണ്ട് കിളിപ്പിച്ച് ഫലം കായ്പിക്കുന്നവൻ, ആ നാമത്തെ വിശ്വസിക്കാൻ തയ്യാറാകുക. യേശുവിൻ്റെ നാമത്തിന് സകലതും ചെയ്യാൻ കഴിയും. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, നിന്റെ തലമുറയുടെ ജീവിതത്തെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ, നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ, നിന്റെ ശുശ്രൂഷയിൽ അത്ഭുതം ചെയ്യാൻ, നിന്റെ ഭാവിയെ തീരുമാനിക്കാൻ ഈ നാമത്തിന് കഴിയും. നീ ഈ നാമത്തെ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ കൽപ്പിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, ജോലി മേഖല തുറന്നു വരട്ടെ, അത്ഭുതത്തിൻ്റെ വഴി തുറക്കട്ടെ. ഒരു പുതിയ ഫലം എൻ്റെ വീട്ടിൽ ഉണ്ടാകട്ടെ, എൻ്റെ തലമുറയിൽ ഫലമുണ്ടാകട്ടെ, എൻ്റെ തലമുറയ്ക്ക് നന്മയുണ്ടാകട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു അർത്ഥമുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. പുതിയ മേഖലകൾ തുറക്കപ്പെടട്ടെ. നീ കൽപ്പിക്കാൻ തയ്യാറാകുക, നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്യാൻ പോകുന്നു. പരിശുദ്ധമാവ് അത് കഴിഞ്ഞ് എന്നോട് ഇടപെട്ട ചില പ്രവചന ശബ്ദങ്ങൾ ഞാൻ കൈമാറുന്നു. പരിശുദ്ധന്മാരെ കാണിച്ചത് 3 വ്യക്തികളെയാണ്, 3 രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരെയാണ് എന്നെ കാണിച്ചത്. ഒന്ന് ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിലെ കിങ് ജോങ്, ആ വ്യക്തിയാണ് പരിശുദ്ധനെ കാണിക്കുന്നത്. ആ രാജ്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അവരിന്ന് വരെയും ചിന്തിക്കാത്ത വലിയ അനർത്ഥം, വലിയ സംഭവങ്ങൾ ഉത്തര കൊറിയ എന്ന് പറയുന്ന ആ രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ആ രാജ്യം ഒരു ഉണർവിലേക്ക് നയിക്കപ്പെടും. ആമേൻ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ യോനെ ദൈവം നിനവിലേക്ക് അയച്ചു.
വലങ്കൈ ഏതാ ഇടങ്കൈ ഏതാ എന്ന് അറിയാതെ പാപത്തിൽ മുഴുകിക്കിടക്കുന്ന ആ പട്ടണത്തെ, നിനവെ പട്ടണത്തെ കർത്താവ് രക്ഷിക്കുവാൻ യോനെ അയച്ചതുപോലെ കർത്താവ് ഉത്തര കൊറിയയിൽ ഒരാളെ അയക്കും. ആ രാജ്യം നിനവെ വിടുവിക്കപ്പെട്ടതുപോലെ കർത്താവിന് ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെ വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ആ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, ആ രാജ്യക്കാർ മറ്റുള്ള ശത്രു രാജ്യത്തെ ഉപദ്രവിക്കാൻ, തകർക്കാൻ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വെപ്പണുകൾ, അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അവർ പോലും അറിയാതെ അവിടെ രാജ്യത്ത് തന്നെ അത് പൊട്ടിത്തെറിക്കും. അവർ മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ അവർക്കൊരു ബട്ടൺ അമർത്തിയാൽ മതി, സകലതും ചാമ്പലാകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ അവരുടെ രാജ്യത്തിന് അത് വെല്ലുവിളിയായി മാറും. അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെ പോകുന്ന പോലെ സംഭവം ഉണ്ടാകുന്നു. ആമേൻ. അവരുടെ കരുതി അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ, യുദ്ധത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത്, അത് പൊട്ടിത്തെറിക്കും. അത് ഞാൻ കാണുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയാണ്, വലിയ സ്ഫോടനമാണ് നടക്കുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് കുറ്റി സൂക്ഷിച്ച് വെച്ചിരിക്കുക, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിക്കുക, അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ നിസ്സഹായതരായി തീരും. ഇത് ഇവർ വലിയ സംഭവമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായതരായി അവർ മാറും. ഇപ്പോൾ ഏത് രാജ്യത്തെയും വെല്ലുവിളിച്ച് നിൽക്കുന്ന, ഏത് രാജ്യത്തെയും നിങ്ങൾ വാട എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ രാജ്യം, അവർ ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെപ്പോലെ നിസ്സഹായരായി മാറും. അങ്ങനൊരു സിറ്റുവേഷൻ ഉത്തര കൊറിയയിൽ ഉണ്ടാകാൻ പോകുന്നു. വലിയ ഒരു സ്ഫോടനം, മറ്റു രാജ്യങ്ങളുടെ ആക്രമണമല്ല, അവർ കൂട്ടിവെച്ച, അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് വലിയ ഒരു അനർത്ഥം, വലിയ ഒരു കൂട്ടം ജനം മരിക്കുന്ന ഒരു സംഭവം ഉത്തര കൊറിയയിൽ ഉണ്ടാകാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ കാണിച്ച ആ ഒരു ദർശനമാണ് എന്നെ വ്യക്തമായ പ്രസിഡന്റിനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആ വ്യക്തി നിൽക്കുന്ന നിപ്പിൽ ആ വ്യക്തി പുറകോട്ട് മറിഞ്ഞ് വീണ് അറ്റാക്ക് വന്ന് കിം ജോങ് എന്ന് പറയുന്ന പ്രസിഡന്റ് മരണപ്പെടും, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അദ്ദേഹം കഴിഞ്ഞാൽ ഇനി അടുത്തത് അവരുടെ ചരിത്രം തിരുത്തി കുറിക്കുന്നത് പോലെ ഇന്ന് വരെയും ഉത്തര കൊറിയ ചരിത്രത്തിൽ ഒരു ലേഡി പ്രസിഡൻ്റായി വന്നിട്ടില്ല. എന്നാൽ ഇനി ഈ കിം ജോങ്ങിൻ്റെ ഭരണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തത് ഭരണത്തിലേക്ക് ഉത്തര കൊറിയയിൽ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നത് പോലെ ഒരു വനിത പ്രസിഡൻ്റായി അവിടെ ആ രാജ്യത്തിൻ്റെ മേലധികാരിയായി ഒരു വനിത വരും. ഉത്തര കൊറിയയിൽ ഇനി അടുത്ത പ്രസിഡൻ്റായി വരാൻ പോകുന്നത് ഒരു വനിതയാണ്. ആ വനിത എന്ന് പറഞ്ഞ ആ വ്യക്തി വന്നു കഴിയുമ്പോൾ ആ രാജ്യത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ആ രാജ്യത്ത് ഒരു ഉണർവിൻ്റെ ഒരു ഭാഗമായി ആ രാജ്യം മാറും. ആ രാജ്യത്ത് ഉണർവുണ്ടാകും. യേശുക്രിസ്തുവിനെ ഉയർത്താത്ത ആ രാജ്യം യേശുക്രിസ്തുവിനെ വിളിക്കാൻ തുടങ്ങും. ഇതിൻ്റെ എല്ലാം കാരണം ആ ഒരു വലിയൊരു അപകടം നടക്കുന്നതാണ്, ഒരു സ്ഫോടനം നടക്കുന്നതാണ് ഇതിനെല്ലാം റീസണാണ്. ആ സ്ഫോടനം നടക്കുന്നത് ഞാൻ കാണുന്നത്, കർത്താവിനെ കാണിക്കുന്ന വിഷ്വൽ ഇതാണ്. പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ, ഒത്തിരി കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഹൈവേ നമ്മൾ പോകുമ്പോൾ, നല്ല വെയിലത്ത് ദൂരെ നമ്മൾ നോക്കുമ്പോൾ ചൂട് നിമിത്തം നമുക്ക് വെള്ളം കിടക്കുന്നത് പോലെ നമ്മൾ കാണും. അതുപോലെ അതിങ്ങനെ അനങ്ങുന്നത് പോലെ
ഈ സ്ഫോടനം നടന്നിട്ട് അങ്ങനെ ഒരു ചൂടിൻ്റെ എന്തോ ഒരു ഒഴുക്ക് പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ സ്പ്രെഡാകും. അത് ശ്വസിച്ചിട്ട് ജനങ്ങൾ മരിക്കുക. അവരുടെ അന്തരീക്ഷത്തിൽ വായുവിൽ വിഷം പകർന്നിട്ട്, അല്ലെങ്കിൽ വായുവിലോട്ട് വിഷം കലർന്നിട്ട് ജനങ്ങൾ ചത്തു വീഴുന്ന ഒരു കാഴ്ച പരിശുദ്ധമായി കാണിച്ചു. ഉത്തര കൊറിയയിൽ അവർ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന കെമിക്കൽ പൊട്ടിത്തെറിച്ച്, അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചിട്ട് അത് പൊട്ടിയതിൻ്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന അതിൽ നിന്ന് പുറപ്പെട്ട വിഷപ്പുക ശ്വസിച്ച് അന്തരീക്ഷം മുഴുവൻ വിഷാംശം കൊണ്ട് നിറഞ്ഞ് ശ്വസിക്കുന്ന ജനങ്ങൾ ചത്തു വീഴുന്ന ഒരു സംഭവം ഉത്തര കൊറിയയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, എൻ്റെ തീവ്രത കുറയട്ടെ, ദൈവിക പദ്ധതി നടക്കട്ടെ, ദൈവിഷ്ടം നടക്കട്ടെ. ആ ജനം നശിക്കരുത്, ആ രാജ്യം നശിക്കരുത്. അവർ വിടുവിക്കപ്പെടണം, അവർ യേശുവിനെ അറിയണം. ആ രാജ്യക്കാർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ രാജ്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ, കർത്താവിൻ്റെ കരുണ കാണിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതി ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്തുണ്ടാകട്ടെ. അവിടെ വലിയ ഉണർവ് ദൈവം അയക്കും. പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എങ്ങനെയാണ്? നിനവക്കാർ മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരം അവർക്കുണ്ടാകും. എന്നാൽ അതിൻ്റെ മുമ്പ് നടക്കേണ്ട സംഭവങ്ങളാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത്. ഇങ്ങനെ കുറേ ഭാഗം നശിക്കും. അതിൻ്റെ ഒരു 1/3 ഭാഗം നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ദൈവം കാണിക്കുന്നത്. ആമേൻ. അത് അത്ര വലിയ സ്ഫോടനമാണ് നടക്കുന്നത്. അവർക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അവർക്ക് പിന്നെ ഉത്തര കൊറിയയ്ക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവരുടെ മാക്സിമം അവരുടെ ശേഖരണങ്ങൾ നശിക്കും. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് നടക്കട്ടെ. ദൈവം കാര്യങ്ങൾ ചെയ്യട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവിനെ കാണിച്ച മറ്റൊരു വ്യക്തി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ. അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. അത് ഹാർട്ട് അറ്റാക്ക് അല്ലാതെ രാജീവ് ഗാന്ധി മരണപ്പെട്ടതുപോലെ മരണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ടാവും. ആ വ്യക്തി കഴിഞ്ഞാൽ അടുത്തത് അവിടെ മന്ത്രി പൊസിഷനിലേക്ക് കയറാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വനിത അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ഇനി അവിടുത്തെ പ്രധാനമന്ത്രിയായി കയറാൻ പോകുന്നത് ഒരു വനിതയാണ്. ദൈവഹിതമായത് സംഭവിക്കട്ടെ. ആ രാജ്യത്ത് ഇസ്രായേലിൽ വലിയ ക്ഷാമമുണ്ടാകാൻ പോകുന്നു. പരിശുദ്ധമാവിനെ അറിയിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ക്ഷാമമുണ്ടാകാൻ പോകുന്നു. അത് പക്ഷേ കുറേ നാൾ നീണ്ടു നിൽക്കത്തില്ല. വേഗത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ സ്വർഗം ചെയ്യും. എന്നാൽ ചിലത് ദൈവം പഠിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ആമേൻ. യേശു ജീവിക്കുന്നു എന്ന്, യേശു ജീവിക്കുന്ന ദൈവമെന്നും കർത്താവിൻ്റെ വരവായി എന്നും ഇസ്രായേൽ ജനവും അറിയട്ടെ. ആ രാജ്യത്വവും പ്രാർത്ഥിക്കാം. ദൈവഹിതമായത് സംഭവിക്കട്ടെ. ദൈവഹിതമല്ലാത്തത് നടക്കാതിരിക്കട്ടെ. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് കാണിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ്, ഡൊണാൾഡ് ട്രംപ്. ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് ദൈവാത്മാവിനോട് ഇടപെടുന്നു. ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഈ ലോകത്തുനിന്ന് ആ വ്യക്തി മാറ്റപ്പെടുന്നതാണ് ദൈവാത്മാവിനെ കാണിക്കുന്നത്. ആ വ്യക്തി മാറ്റപ്പെടും, മരണം സംഭവിക്കും. ആമേൻ.
എന്നാൽ ഇനി അടുത്തത് അവിടെയും അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരു വനിതയായിരിക്കും. അമേരിക്കയെ ലീഡർഷിപ്പിലേക്ക് നയിക്കാൻ ഇനി അടുത്ത് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരു വനിതയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നത് വലിയ സാമ്പത്തിക മാന്യം. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച ഒരു ഭാഗമാണ്. വലിയ സാമ്പത്തിക മാന്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നേരിടാൻ പോകും. വലിയ പ്രൗഢിയോടെ നിന്ന രാജ്യങ്ങളെല്ലാം ചിറകൊടിഞ്ഞ പക്ഷി പോലെ ആയി മാറാൻ പോകും. ദൈവത്തിനല്ലാതെ തങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളത് രാജ്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവർ കണ്ടുപിടിച്ച ടെക്നോളജികളും ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ടൊന്നും സ്വയരക്ഷയില്ല. ദൈവം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന്, ജീവിക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് രാജ്യങ്ങൾ അറിയട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അമേരിക്കൻ ഡോളറിന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് 91-92 രൂപ മൂല്യം ഒരു ഡോളറിന് ഇന്ത്യയിലുണ്ട്. എന്നാൽ 92 നിൽക്കുന്ന ഡോളറിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ ഇത് നേരെ 50 രൂപയിലെത്തും. അത് കഴിഞ്ഞ് 60-70 എന്ന ഒരു മാർജിനിൽ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം മാറാൻ പോകുന്നു. അമേരിക്കൻ ഡോളർ ഇടിഞ്ഞ് കൂപ്പുകുത്തി താഴോട്ട് വീഴാൻ പോകുന്നു. അമേരിക്കൻ ഡോളർ ഇനി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് 50 രൂപ അല്ലെങ്കിൽ 60-70 ആ ഒരു പോയിന്റിൽ നിൽക്കും. 50ലേക്ക് വരും, അത് കഴിഞ്ഞ് 60-70 മാക്സിമം. ചില വർഷങ്ങൾ അങ്ങനെ ആ രാജ്യം മുമ്പോട്ട് പോകും. എൻ്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കൈമാറുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഈ ഭീഷണികൾ നിമിത്തം നമ്മളെല്ലാം ഭാരപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യക്കാരടക്കം സകല രാജ്യക്കാരും എല്ലാവരും അവരുടെ സമ്പത്തിനെ ആശ്രയിക്കുന്നത്, അവരുടെ പണം സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്വർണം സേവ് ചെയ്യുക. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, ഇപ്പോൾ നിലവിൽ കേരളത്തിൽ 1,00,000-ൽ അധികം രൂപ മൂല്യമുണ്ട് ഒരു പവൻ സ്വർണത്തിന്. ഇത് നേരെ ഇടിയും. ജനം കേൾക്കുക, ഇപ്പോൾ നിങ്ങൾ സമ്പാദിക്കാൻ നോക്കുന്ന ഈ സ്വർണം ഇത് ഇടിയും. ഇത് നേരെ കൂപ്പുകുത്തും. 5 വർഷം മുമ്പ് സ്വർണം ഒരു ഭവൻ എത്ര രൂപയുണ്ടായിരുന്നോ ആ എമൗണ്ടിലേക്ക് ഇത് വരും. 30,000 രൂപ ഒരു ഭവന് വിലയായി സ്വർണത്തിൻ്റെ വില ഇടിയും. തലകീഴായി സാമ്പത്തിക മേഖല മറിയും. ജനം കരുതിക്കൊള്ളുക, പ്രാർത്ഥിക്കുക, നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലാകട്ടെ. ദൈവിക വിഷയത്തിൽ സമ്പന്നരാകുക. അല്ലാതെ സമ്പാദിക്കുന്നവരുടെ അവസ്ഥയാണ് ലാസ്റ്റ് നമ്മൾ സമ്പാദിച്ച് കൂട്ടി വെച്ചത് മുഴുവൻ ഒന്നുമില്ലാതായിപ്പോവും. ജനം കരുതിക്കൊള്ളുക, ഗോൾഡിൻ്റെ വില 30,000-ലേക്ക്, ഇപ്പോൾ 1,00,000-ൽ മീതെ നിൽക്കുന്ന ഗോൾഡിൻ്റെ വില പവന് 30,000-ലേക്ക് കൂപ്പുകുത്തി വീഴും. അത് കഴിഞ്ഞ് അത് അല്പം കൂടി ഉയർന്ന് 40-45 ഈ ലെവലിൽ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടാകാൻ പോകും, സമയം ഉണ്ടാകാൻ പോകും. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കരുതുക. നമ്മുടെ സമ്പത്ത്, നമ്മുടെ നിക്ഷേപം ഉയരത്തിലായിരിക്കട്ടെ.
സ്വർഗത്തിലായിരിക്കട്ടെ. ദൈവിക വിഷയത്തിൽ നമ്മൾ സമ്പന്നരാകാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകം ഒരു വലിയ ക്ഷാമത്തിലേക്ക് പോകുന്നതിൻ്റെ തെളിവാണ്. ഒരു വർഷം മുമ്പ്, കറക്റ്റ് 1 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് വീഡിയോസ് കാണുന്നവർക്കറിയാം, സിനിമ കാണുന്നവർക്കറിയാം, 1 വർഷം മുമ്പ് ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറിയിരുന്നു. ലോകം വലിയ ക്ഷാമത്തിലേക്ക് പോകുന്നു. ഞാനൊരു ദർശനം കണ്ടതിനാണ്. എൻ്റെ വീട്ടിൽ സ്റ്റോർ റൂമിൽ നിന്ന് ഞാൻ അരിയെടുത്ത് അയൽവക്കംകാർക്ക് കൊടുക്കുന്ന ഒരു ദർശനം പരിശുദ്ധാത്മാവിൽ കാണിച്ചിട്ട് പറഞ്ഞു, വലിയ ക്ഷാമത്തിലേക്ക് ലോകം പോകാൻ പോകുന്നു. 1 വർഷം മുമ്പ് പറഞ്ഞ പ്രവചന ശബ്ദമാണ്. ആ സംഭവം നടക്കാൻ പോകുന്നു. ലോകം ക്ഷാമത്തിലേക്ക് പോകാൻ പോകുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം കരുതും. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന കർത്താവിൻ്റെ കരുതൽ ദൈവജനം അനുഭവിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഗോൾഡിൻ്റെ പുറകെ പോയാലോ അല്ല നിക്ഷേപങ്ങളുടെ പുറകെ പോയാലോ, ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നിക്ഷേപം വേണം. ഈ പണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിനൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മൾ പോയി, വെറുതെ നമ്മുടെ ജീവിതം കളയരുത്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം തരുന്നേ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീടിൻ്റെ അകത്തും ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം ദൈവം തരും. ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിച്ച് അടുത്തൊരു കാര്യം, പശ്ചിമേഷ്യൻ കടലിൽ ഒരു വലിയ കൂറ്റൻ തിര ഉയരുന്നു. ഞാൻ കാണുന്നതിങ്ങനെ പശ്ചിമേഷ്യൻ കടലിൻ്റെ അകത്ത് പരിശുദ്ധനെ കാണിക്കുന്നത്. അങ്ങനെ വേടല്ല പരിശുദ്ധ ഇടപെടുന്നത്. അതിൻ്റെ അകത്ത് വെള്ളം കൂമ്പാരമായി മേലോട്ട് ഉയരുന്നു. എന്തോ ഒരു സ്ഫോടനം പശ്ചിമേഷ്യൻ കടലിൻ്റെ അകത്ത് വലിയൊരു സ്ഫോടനം നടക്കുന്നു. അത് മനുഷ്യരാൽ ഉണ്ടാക്കുന്ന ഒരു സ്ഫോടനമാണ്. ആ സ്ഫോടന നിമിത്തം വെള്ളം ഉയർന്നു പൊങ്ങി വലിയ കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് കയറി രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ. കർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കാണുന്നത് അടുത്തൊന്ന് ഇസ്രായേലിൻ്റെ ചാവുകടൽ എന്ന് പറയുന്ന കടലിൻ്റെ ഒരു സിറ്റുവേഷൻ പോലെ ഉറച്ചു കിടക്കുന്ന ഒരു സ്ഥലം. അതിങ്ങനെ ഇളകി മറയുന്നൊരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേൻ. ഇസ്രായേലിൻ്റെ ചാവുകടലിനോട് ചേർന്ന് ഉള്ള ദേശത്ത് ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. ആ രാജ്യങ്ങൾ ദൈവിക സംരക്ഷണത്തിലായിത്തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യങ്ങളുള്ള മലയാളികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരോട് ബുദ്ധി ഉപദേശിക്കുക. ക്രിസ്തുവിലേക്ക് അവർ തിരിയട്ടെ, യേശു ക്രിസ്തുവിലേക്ക് തിരിയട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് അവർ അറിയട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും അവർ മനസ്സിലാക്കട്ടെ. ഈ രാജ്യങ്ങളോർത്ത് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ, അമേരിക്ക, ഉത്തര കൊറിയ, ഈ 3 രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യങ്ങളിൽ ദൈവിക മഹത്വം വെളിപ്പെടട്ടെ, ദൈവിക കരുതൽ വെളിപ്പെടട്ടെ. ഈ രാജ്യങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. ഈ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ ഒരുങ്ങട്ടെ. നിനവെ പട്ടണം വിടുവിക്കപ്പെട്ടതുപോലെ ഉത്തര കൊറിയ വിടുവിക്കപ്പെടട്ടെ. ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.